മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പാർലമെന്റ് സമ്മേളനം ഈ മാസം 24-ന് തുടങ്ങും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് പ്രധാന അജണ്ടകൾ. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് രജ്മുന്ദ്രി MP പുരന്ദരേശ്വരിയെയാണ് NDA പരിഗണിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനായി പ്രതിപക്ഷം സമ്മർദ്ദം ശക്തമാക്കി. 24-ാം തീയതി മുതൽ ജൂലൈ 3 വരെയാണ് ആദ്യ സഭാ സമ്മേളനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗം നടത്തും. പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ ഇടപെടൽ സമ്മേളനത്തിനുണ്ടാകുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു പ്രത്യാശ പ്രകടിപ്പിച്ചു. ലഡാക്ക് MP മുഹമ്മദ് ഹനീഫ് ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അംഗബലം 237 തെക്കേ ഇന്ത്യക്ക് കൂടുതൽ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പുരന്ദരേശ്വരിയെ NDA പരിഗണിക്കുന്നത്. മുൻ ആന്ധ്ര മുഖ്യമന്ത്രി ND രാമറാവുവിന്റെ മകളായ പുരന്ദരേശ്വരി കോൺഗ്രസിൽ നിന്നാണ് BJPയിലെത്തിയത്. UPA സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു. ഇവർ BJP ആന്ധ്ര അധ്യക്ഷ പദവിയിലെത്തിയ ശേഷം 10 നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച BJP 8ഇടത്തും വിജയിച്ചിരുന്നു. 6 ലോക്സഭാ മണ്ഡലത്തിലെ പോരാട്ടത്തിൽ 3 പേരും ജയിച്ചു കയറി. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ സഹോദരി കൂടിയായ പുരന്ദരേശ്വരി ആന്ധ്രയിൽ NDA ശക്തമാക്കി. TDPയെയും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയെയും സഖ്യത്തിലെത്തിച്ചത് പുരന്ദരേശ്വരിയുടെ നീക്കത്തിലൂടെയായിരുന്നു. അതേസമയം കഴിഞ്ഞ തവണ നിഷേധിക്കപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇത്തവണ സ്വന്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം. ജനാധിപത്യ കീഴ്വഴക്കവും സാമാന്യ മര്യാദയും അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കുകയല്ല, നൽകുകയാണ് വേണ്ടത്. അതാണ് ഒരു സാമാന്യ മര്യാദ. ജനാധിപത്യപരമായിട്ടുള്ള കീഴ്വഴക്കം എന്ന് പറയുന്നത് അത് അംഗീകരിച്ചു പോകുക എന്നുള്ളതാണ്. അംഗങ്ങളുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്പീക്കറുടെ തീരുമാനം അന്തിമമാണ്. പ്രതിപക്ഷത്തു നിന്നുള്ള ഡെപ്യൂട്ടി സ്പീക്കറെ ഒഴിവാക്കാനും BJP MPയെ സ്പീക്കർ സ്ഥാനത്ത് എത്തിക്കാനും ശ്രമിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. D. ധനസുമോത്, Media One, ഡൽഹി.